എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ മൂന്നാം T20 നാളെ രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 2-0 മുന്നിലെത്തിയ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണിത്. അതേസമയം തിരിച്ചടിക്കാനും അഭിമാനം രക്ഷിക്കാനുമാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിന് ഇനി പരമ്പര സ്വന്തമാക്കണമെങ്കിൽ തുടർച്ചയായി 3 മത്സരങ്ങൾ ജയിക്കണം. ഇനി നാളത്തെ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് ഷമി ടീമിൽ ഇടം പിടിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ആദ്യ 2 മത്സരങ്ങളിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബൌളറെ മാത്രമാണ് ടീം ഇന്ത്യ ഇറക്കിയിരുന്നത്. രണ്ടാമത്തെ ഫാസ്റ്റ് ബൌളറായി ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യ T20യിൽ നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഫാസ്റ്റ് ബൌളിംഗ് ടീമിൽ ഉപയോഗിച്ചില്ല. രാജ്കോട്ടിലെ പിച്ചിൽ നല്ല ബൗൺസ് ഉണ്ട്. എന്നിരുന്നാലും ഈ ബൗൺസ് ആദ്യ ഓവറുകളിൽ മാത്രമേ ലഭ്യമാകൂ. പിന്നീട് പിച്ച് മന്ദഗതിയിലാകും. അതുകൊണ്ട് തന്നെ ഷമിക്ക് അവസരം നൽകില്ല എന്നാണ് റിപ്പോർട്ട്. പരിക്ക് മൂലം നിതീഷ് കുമാർ റെഡ്ഡി പരമ്പരയിൽ നിന്ന് പുറത്തായിരുന്നു. പകരം ശിവം ദുബെയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നാളത്തെ മത്സരത്തിൽ ദുബെയ്ക്ക് അവസരം ലഭിച്ചേക്കും. ധ്രുവ് ജുറലിന് പകരം ശിവം ദുബെയെ ടീമിലെത്തിക്കും. ദുബെയുടെ വരവോടെ ടീമിന് ഒരു അധിക ഫാസ്റ്റ് ബൌളറുടെ ഓപ്ഷൻ ലഭിക്കും. ഒരു ഫിനിഷർ എന്ന നിലയിലും ദുബെയ്ക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയും. ഇനി നമുക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം T20 മത്സരത്തിന്റെ പ്ലേയിങ് 11 ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ എന്നിവർ ചേർന്ന് ഓപ്പണിംഗ് ചെയ്യും. മൂന്നാമനായി സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 4-ാം നമ്പറിൽ തിലക് വർമ്മ ഇറങ്ങും. 5-ാമനായി ഹാർദിക് പാണ്ഡ്യ ഇറങ്ങുമ്പോൾ 6-ാമനായിട്ടാകും ശിവം ദുബെ എത്തുക. ഇനി ബൌളിംഗിൽ പേസ് നിരയിൽ അർഷദീപ് സിംഗ്, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ എന്നിവരും സ്പിൻ വിഭാഗത്തിൽ രവി ബിഷ്ണോയി, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ എന്നിവരുമാകും ഉണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കിയതുപോലെ തന്നെ വരും മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് ഇന്ത്യൻ ടീമിന്റെ വിശ്വാസം. ഈ മത്സരം കൂടി ജയിച്ചാൽ ടീം ഇന്ത്യക്ക് ഈ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. അത് നേടാനാണ് ഇന്ത്യൻ ടീമും ശ്രമിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.